പക്ഷേ കട്ട് ഓഫ് കൂടാൻ കുറച്ച് ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. കുറച്ച് സ്കിപ്പാക്കേണ്ടി വന്നു, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നന്നായിരുന്നു. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്ര ഹാർഡും അല്ല. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ആവറേജ് ആയിരുന്നു. എന്തായാലും ഫസ്റ്റ് സ്റ്റേജിനേക്കാളും കുറച്ച് ഈസിയാന്ന് തോന്നി. അസിസ്റ്റന്റ് സെയിൽസ്മാൻ രണ്ടാം ഘട്ട എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. സ്റ്റേജ് 1 അപേക്ഷിച്ച് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ, ബുദ്ധിമുട്ടായിരുന്നോ, ഈസി ആയിരുന്നോ എന്നുള്ളതൊക്കെ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് മഞ്ചേരി ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലാണ്. ഓവറോൾ നന്നായി പഠിച്ചു കഴിഞ്ഞ് കിട്ടും തോന്നുന്നു. പക്ഷേ കട്ട് ഓഫ് കൂടാൻ കുറച്ച് ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരുന്നു. അപ്പോൾ നേരത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ കട്ട് ഓഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓവറോൾ ഓക്കെ ആയിരുന്നു. നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. എക്സാം സിമ്പിളല്ല, ഇത്തിരി ടഫാണ്. ഫസ്റ്റ് സ്റ്റേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ്. മാത്സും ഇംഗ്ലീഷും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മലയാളം കുറച്ച് ഇതാക്കിയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസ് ഏകദേശം ടഫാണ്. PYQ ഉണ്ടായിരുന്നു. ഓ അടിപൊളിയായിരുന്നു, സൂപ്പർ. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, സൂപ്പറായി എഴുതിയിട്ടുണ്ട്. ആപ്റ്റിറ്റ്യൂഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഗ്രാമറും കുഴപ്പമില്ല, ഗ്രാമേഴ്സും കുഴപ്പമില്ല ആയിരുന്നു. ഇംഗ്ലീഷ് ബെറ്റർ ആയിരുന്നു. മാത്സ് അത്ര ഇതില്ല. കറണ്ട് അഫെയർ കുഴപ്പമില്ല. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കുറവായിരുന്നു. ഇംഗ്ലീഷ് ഈസി ആയിരുന്നു, കുഴപ്പമില്ല. റിപ്പീറ്റഡ് ഉണ്ടായിരുന്നു സിന്ദൂറിൻ്റെ ഒക്കെ. വലിയ കുഴപ്പമില്ല തോന്നുന്നുണ്ട്. മാത്സ് ഒക്കെ ഡിഫിക്കൽട്ട് ഇല്ല, സിമ്പിളായി ചെയ്യാവുന്ന മാത്സ് ആണ്. ഇംഗ്ലീഷ് മാത്സ് കുഴപ്പമില്ല. GK മാത്രം കുറച്ച് ടൈറ്റ് ആണ്. പിന്നെ കറൻറ്റും വലിയ കുഴപ്പമില്ല. ഒരു ആവറേജ് ലെവലായിരുന്നു എക്സാം. നമ്മുടെ LD കഴിഞ്ഞ LD ആ ലെവലായിരുന്നു എക്സാം. മുമ്പ് നടന്ന സെയിൽസ്മാൻ്റെ സ്റ്റേജും ഏകദേശം ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതായിരുന്നു എളുപ്പം തോന്നി. ഇംഗ്ലീഷും മാത്സും കുഴപ്പമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വളരെ കുഴപ്പിച്ചു. എക്സ്പെക്റ്റേഷൻ കട്ട് ഓഫ് ഒരു 70 പോലെ വരുന്നതാണ് എന്തായാലും പ്രതീക്ഷിക്കുന്നത്. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ അത്ര ഹാർഡും അല്ല. ഒരു എല്ലാവർക്കും 65 അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ടീമുണ്ട്. കുറച്ച് സ്കിപ്പാക്കേണ്ടി വന്നു, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഫസ്റ്റ് സ്റ്റേജിനേക്കാളും കുറച്ച് ഈസിയാന്ന് തോന്നി. പ്രാചീനമായിട്ടുള്ള നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദ്യങ്ങളുണ്ട്, കണക്കുകൾ, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് എന്നാണ്. അതുപോലെ നമ്മുടെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതുപോലെ ദുരന്ത നിവാരണ സംഭവങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്.